കഴിഞ്ഞ ദിവസം തൊപ്പി മാരാറ് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ പറ്റി കണ്ടപ്പോൾ ഞാൻ കണ്ടു. അതിൽ മാരാറിനെ കുറിച്ച് ഒരുപാട് ആരോപണം ഞാൻ കേൾക്കുന്നുണ്ട്. മാരാർ പേഴ്സണലി എനിക്ക് മാരാറിൻ്റെ അടുപ്പമുണ്ട്. കാരണം ഞാൻ നിത്യബിലിച്ച് വന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്തതാണ്. ചെയ്താണെന്ന് പറയുന്നത് മാരാർ പക്ക ഫ്രോഡാണ് എനിക്ക് പറയുന്നത്. എനിക്ക് അങ്ങനെ ഫുള്ളേ തോന്നിയിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ചെറിയ കാലത്തുള്ള പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ തൊപ്പി അതുകൊണ്ടാണ് വിളിച്ചു ചോദിച്ചത്. തൊപ്പി പിയാർക്ക് അന്ന് തെളിവൊന്നുമില്ല. അപ്പോൾ അത് തൊപ്പി കുറച്ചുകൂടി ജെന്യൂനായിട്ടാണ് പറഞ്ഞത്. തൊപ്പിയുടെ സൈഡിൽ നിന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ അഖിൽമാരെ കുറിച്ച് എനിക്ക് ഒരു ഫുൾ ഐഡിയ കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറിയ, പക്ഷേ ബാക്കിയുള്ള അടുത്തുള്ള ബാക്കിൽ പറയുന്ന കുറച്ച് കള്ളകൾ പറയുന്ന പോലെ തോന്നുന്നു. കാരണം തൊപ്പിയുടെ ഇഷ്യൂലും ആ എവിഡൻസ് തരുന്നില്ല. അയാൾ ഒരു ഗോസപ്പാണ് പറയുന്നത്, ആരോപണം പറയുന്നത്, അയാൾ തെളിവ് പറയുന്നില്ല. ആ കാര്യത്തിൽ തൊപ്പി വിളിച്ചു ചോദിച്ചാൽ കാര്യം തന്നെയാണ്. ഈ പറയുന്ന അഖിൽമാരെ ഒരിക്കൽ പറഞ്ഞാണ് കൊച്ചു എന്താ ഇവിടെ ലുലുമാൾ വന്നാൽ പോലും എന്തോ ഞാൻ ബിഗ് ബോസിൽ പോയില്ല പറഞ്ഞ പാർട്ടിയാണ് ബിഗ് ബോസിൽ പോയത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ബിഗ് ബോസിൽ ഒരിക്കലും പോയില്ല പറഞ്ഞ പാർട്ടിയാണ് ഈ അഖിൽമാരാണ്. അങ്ങനെ പറഞ്ഞ പാർട്ടിയാണ്. കുറച്ച് അവസരവാദിത്തം കാണിക്കുന്നുണ്ട്. അത് ഡോക്ടർ റോബിൻ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവരുടെ ഒരു ജീവിത നിലവാരം വളർത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചു. അവര് സാമ്പത്തികമായിട്ടും സൊസൈറ്റി പേര് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ പോയിരിക്കണം. ഇവർക്ക് ഇത്രയും ഒട്ടും ഫേമസ് ആത്ത ആൾക്കാരുടെ വളരെയധികം ഫേമസ് ആയി. ലക്ഷ്മി ഭയങ്കര അറിയപ്പെടുന്ന ആളായില്ലേ, വളരെ ഫേമസ് ആയി. ഇവരെക്കാളും പോപ്പുലാരിറ്റി ഉള്ളവരാണ് ഞാനും പെരേരയിലേക്ക് പറഞ്ഞത്. ഞങ്ങളുടെ എടുത്തിട്ട് പോലും ഇല്ല. ഞാൻ പോകാത്തതുണ്ട്. പക്ഷെ പെരേര എന്താണ് അവർ വിളിക്കാതെ മനസ്സിലാവാനില്ല.